5 ലക്ഷം വീട് പാവപ്പെട്ടവർക്ക് നിർമ്മിച്ചു നൽകുക. UDF 2021 തെരഞ്ഞെടുപ്പിൽ പറഞ്ഞു, ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ലൈഫ് മിഷൻ റദ്ദ് ചെയ്യുമെന്ന്. LDF തുടർഭരണം ജനങ്ങൾ സമ്മാനിച്ചു. അതിന്റെ ഫലമെന്താ? പറഞ്ഞ 5 ലക്ഷം വീടും പൂർത്തീകരിച്ചു. ഇപ്പൊ LDF പറയുന്നു, നാട്ടിൽ ഇനിയും പാവങ്ങളുണ്ട്, വീടൊരു സ്വപ്നമായി കൊണ്ടു നടക്കുന്നവരുണ്ട്. അത്തരം ആളുകൾ വീടില്ലാത്തവരാകരുത്, അവർക്ക് വീട് നിർമ്മിച്ചു നൽകും. ലൈഫ് മിഷൻ 2 എന്ന പദ്ധതി നടപ്പാക്കും. ആർക്കെങ്കിലും സംശയമുണ്ടോ? കാരണം LDF പറഞ്ഞാൽ പറഞ്ഞ വാക്ക് പാലിക്കുമല്ലോ, ആർക്കും സംശയമില്ല. 62 ലക്ഷം പേർക്കാണ് സാമൂഹ്യക്ഷേമ പെൻഷൻ കിട്ടുന്നത്. LDF വരുമ്പോ ഞങ്ങൾ ചോദിച്ചു, 2016 എന്താണ് സാമൂഹ്യക്ഷേമ പെൻഷന്റെ സ്ഥിതി? 18 മാസത്തെ കുടിശ്ശിക, അത് മുഴുവൻ കൊടുത്തു തീർത്തു. തൊട്ടു പിന്നാലെ വർധനവ് തുടങ്ങി, 1600 കൃത്യമായി ഓരോ മാസവും കൊടുത്തു വന്നില്ലേ? 2021 തുടർഭരണം കൃത്യമായി കൊടുത്തില്ലേ? കാലാനുസൃതമായ മാറ്റം വന്നില്ലേ? 2000 വന്നില്ലേ? LDF ഇപ്പൊ പറയുന്നു, കാലാനുസൃതമായ വർധന ഇതിലുണ്ടാവണം. ഇപ്പൊ 2000 അത് 3000 വർദ്ധിപ്പിക്കും എന്നും LDF പറഞ്ഞിരിക്കുന്നു. ഇതൊക്കെ LDF ആണെങ്കിൽ മാത്രമല്ലേ നടക്കൂ. പറഞ്ഞ വാക്കിന് പിന്നെ മാറ്റമില്ലല്ലോ. നമ്മുടെ നാട്ടിലെ ബഹുജനങ്ങൾ LDF തുടരണം എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്.